ഇത് മെയിനായിട്ട് പറയാനുള്ളത് ലാസ്റ്റ് മാലിക്കിനെ അവരെടുത്തല്ലോ. മാലിക്കിനെ അവരെടുത്തപ്പോഴും മാലിക് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഷെയ്ഖിൻ്റെ അടുത്ത് ഞാനും ഹോക്കി, അമ്മായി, ഡ്രാഗൺ, വർക്കിച്ചൻ ഇത്രയും പേര് ഷെയ്ഖുമായിട്ട് പോയി. ഷെയ്ഖിൻ്റെ വി സി തന്നെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഷെയ്ഖിൻ്റെ അടുത്ത് ഞാൻ പോയപ്പോൾ തന്നെ പറഞ്ഞതാ, അതായത് ഇവിടുന്ന് പ്ലേയേഴ്സിനെ വലിക്കുന്ന പരിപാടി നിർത്തിക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. ഞാൻ ഓപ്പണായിട്ട് ഷെയ്ഖിൻ്റെ അടുത്ത് അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഷെയ്ഖും പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല, അങ്ങനെ എന്താണ് ഹോക്കി അത് പറഞ്ഞ് അന്ന് നമ്മൾ ഇങ്ങനെ 3 പേര് ഞാൻ എല്ലാവരും കൂടി പോയിരുന്ന് അവിടെ അവരുടെ വി സി പുള്ളിക്കാരൻ്റെ വി സി തന്നെ പുള്ളിയുടെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവിടെ പോയി. ആ വി സിയിൽ നമ്മളൊന്ന് സംസാരിക്കുമായിരുന്നു. സംസാരിച്ചപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞായിരുന്നു. മാലിക്കിനെ വലിച്ചത് പോട്ടെ, അത് സീനൊന്നും ഇല്ല. നമ്മൾ ഓക്കെ പറഞ്ഞു, ഓക്കെ നിങ്ങൾ എടുത്തു, ഇനി ഇങ്ങനെ ഉണ്ടാവരുതെന്ന് പറഞ്ഞതാ. പക്ഷെ നമ്മളെ ഇപ്പോഴും സൈഡിൽ നിന്ന് അവര് മറ്റേ പറഞ്ഞിട്ട് പറഞ്ഞു. ഈ ഒരാള് എന്ന് വെച്ചാൽ ഒരാളെ എങ്ങനെയൊക്കെ ഈ മറ്റേ ഒരു ഗ്യാങ്ങിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ അതാണ് അവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ക്വാർട്ടർ ബ്രേക്ക് എടുത്ത് പോയെന്ന് പറഞ്ഞില്ലേ, ക്വാർട്ടറിൻ്റെ അടുത്ത് പോയിട്ട് മറ്റേ അവൻ എന്തൊക്കെയോ വലിയ ഓഫർ ചെയ്തിട്ട് അവനെ ബൂട്ട് ക്യാമ്പോ എന്തോ എൻ ഡി ഒക്കെ കാണിച്ചിട്ട് അവനെ എന്ന് വെച്ചാൽ അവനെയും കൂടി അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവന്മാരിന്ന്. പുള്ളിയുടെ അടുത്ത് അന്ന് നമ്മൾ വി സി പോയി സംസാരിച്ചപ്പോഴും നല്ലപോലെ മാനിയായിട്ട്, മീൻസ് നല്ല മാനിയായിട്ടായിരുന്നു സംസാരിച്ച. പുള്ളി തിരിച്ചിങ്ങോട്ട് മാനിയായിട്ട് സംസാരിച്ച. അന്ന് പുള്ളി പറഞ്ഞത് നമ്മൾ ഒരിക്കലും വിളിക്കത്തും ഇല്ല, അങ്ങനെ വിളിച്ചതും അല്ല. ഞാൻ ആകപ്പാടെ മാലിക്കിന് 1 വട്ടോ 2 വട്ടോ വിളിച്ചിട്ടുള്ളൂ, പിന്നെ അവന്റെ ഇതുകൊണ്ടാണ് വന്നത് എന്നുള്ള രീതിക്ക് അത് അന്ന് പറഞ്ഞ് നമ്മൾ അന്ന് ഓക്കെ വിട്ടു. നമ്മൾ പിന്നെ ആ ഒരു ടോപ്പിക്കിൽ പോയിട്ടും ഇല്ല, ഒന്നുമില്ല. പിന്നെ അവർ പറഞ്ഞു നമ്മൾ ഇനി ഒരിക്കലും നമ്മളും അറിയാം നമ്മൾ ഡൗൺ ടൈമിൽ വന്നതാണ്, അവർ ഡൗൺ ടൈമിൽ വന്നതാണ്. അപ്പൊ നമ്മൾ അതേപോലെ ഇതാക്കാൻ സമ്മതിക്കത്തില്ല, ഇല്ല ഇവിടെ നിന്ന് ഒരു പ്ലെയറിനെ വിളിക്കത്തും ഇല്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഇന്നാണ് അറിയുന്നത് ഈ ഒരു കാര്യമൊക്കെ. ഇത് പറഞ്ഞു ബാക്കി. അല്ല, നമ്മൾ സത്യത്തിൽ മിണ്ടാതിരിക്കുകയായിരുന്നു ഇത്രയും നാളും. മിണ്ടാതിരിക്കുക വേണ്ട, പ്രശ്നം വേണ്ട. പിന്നെ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവര് എന്തെറിഞ്ഞിട്ട് ഈ മറ്റേ എന്താ വെച്ചാൽ അങ്ങ് തകർക്കാൻ നോക്കാം മൊത്തത്തിലേ. എന്നിട്ട് പുറത്ത് അവരകത്ത് വന്നിട്ട് സിറ്റുവേഷൻ വേണ്ട ഇങ്ങനെ പറയും. എന്നിട്ട് പുറത്ത് ഒരു 2-3 പേര് ഇരുന്നിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും മറ്റേ ഇന്നലെ സിറ്റുവേഷൻ ഇവന്മാർ എടുക്കാത്ത പോലും പുറത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. സിറ്റുവേഷൻ ഇതൊന്ന് ഡ്രോപ്പ് ആക്കാൻ പറ്റുമോ, അതായത് നമുക്ക് അവർക്ക് അടിക്കാനോ ഒന്നിനും താല്പര്യമില്ല, ഡ്രോപ്പ് ആക്കുക എന്നുള്ള രീതിക്കാണ് പുറത്ത് സംസാരിക്കുന്നത്. അപ്പം നമ്മളും അകത്ത് അങ്ങനെ സംസാരിക്കുന്നത്. എന്നിട്ട് അവർ ചെയ്യുന്നത് പുറത്ത് ലൈവിൽ ഇരുന്നിട്ട് ഹേറ്റ് ചെയ്യുക. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് മൈക്കിയുടെ തന്തയ്ക്ക് ഇന്നലെ വിളിച്ചിട്ടുണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മോശമായിപ്പോയി അങ്ങനെ വിളിച്ചത്. അപ്പം അവർക്ക് അതൊന്നും ഒരു ഇതില്ല. അവർ വായി തോന്നി എന്തുവേണോ അവർക്ക് വിളിച്ചു പറയാം. അങ്ങനത്തെ ഒരു രീതിക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മള് ഇന്നലെ പറഞ്ഞതാണ്, നോർമലി അവരുടെ ഇപ്പം ഒരു ലൈവ് ഇട്ടിട്ട് അവരുടെ ഗ്യാങ്ങിലുള്ള ഏതെങ്കിലും ഒരു പ്ലെയറിന്റെ തന്തയ്ക്ക് വിളിച്ച് അവർക്ക് എങ്ങനെ ഫീൽ ആവുമോ അതേ ഫീലിംഗ് നമുക്കും. കാരണം കൂടെ ഉള്ളവനാ അവന്റെ അച്ഛനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല, എന്ത് പ്രശ്നം ആയിക്കോട്ടെ. നോർമലി ഇതിനു മുമ്പ് കുറെ പ്രശ്നം ഉള്ളപ്പോഴും എല്ലാം വി സിയിൽ വെച്ചാണല്ലോ അവർ സംസാരിച്ച് തീർത്തത്. അതുപോലെ ഇതും തീർക്കായിരുന്നു. വെറുതെ ലൈവ് ഇട്ട് തന്തയ്ക്ക് വിളിക്കുന്നൊക്കെ ഭയങ്കര ശോകം പരിപാടി സത്യം പറഞ്ഞു. ഇന്നലെ ഗ്യാങ് ഹൗസിൽ വന്ന് ചെയ്ത പരിപാടി ഭയങ്കര ശോകം പരിപാടി. ഇന്ന് നിങ്ങൾക്ക് ഈ കെ വിന്റെ ആർ പി പണ്ട് മുതലേ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കെ വി എങ്ങനെയെന്ന്. ഗ്യാങ് ഹൗസിലൊന്നും ഒരുത്തും ഇങ്ങനെയൊക്കെ റേസ് ആയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് പോയിട്ടില്ല. എന്താ അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ കെ വിന്റെ ഗ്യാങ് ഹൗസിൽ ഇങ്ങനെ മറ്റേ ഒരു ലെവലില്ലാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് ഇന്നേരെ പോയിട്ടില്ല. പിന്നെ നമ്മൾ വിളിച്ചു വരുത്തിയല്ല, നമ്മൾ ഗ്യാങ് ഹൗസ് അല്ലേ വിചാരിച്ചിട്ടാണ്, നമ്മളൊരു മാന്യതക്കാണ് അന്നേരം നമ്മളൊന്നും ചെയ്യാവുന്ന. അവിടെ നമ്മൾ വിളിച്ചു നമ്മൾ അടിക്കുന്ന മോശം വിചാരിച്ചിട്ടാണ് ഒന്നും ചെയ്യാവുന്നത്. ഇന്നലെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴും ബാക്കിയുള്ളവർ പിന്നെ ഈ സിറ്റുവേഷൻ ഇതൊരു സത്യം പറഞ്ഞ ഒരു അപ്പി സിറ്റുവേഷൻ എടുത്തിട്ട് അവന്മാർ മറ്റേ വലിയ ഇതാക്കാൻ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലെ ഒരു കോൺട്രവേഴ്സി അവർക്ക് വേണം. അവർക്ക് എനിക്കറിയത്തില്ല അവർക്ക് എന്തിനാ ഇങ്ങനെ കോൺട്രവേഴ്സി. അതായത് ഇത് സിറ്റുവേഷൻ ആയിട്ട് പോലും എടുക്കാനുള്ള ഒരു സംഭവമില്ല, അതിനെ എടുത്ത് വലിയ സിറ്റുവേഷൻ. സത്യത്തിലെ വേറെ ആരെങ്കിലും ആയിരുന്നു അന്ന് അവിടെ ഈ MRC എന്ന് പറഞ്ഞുകൊണ്ടാ പിന്നെ അവിടെ നിന്ന് ലീവ് ചെയ്യാൻ പറഞ്ഞു അവരുടെ അടുത്ത്. ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല. ഈ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവിടെ അപ്പം തന്നെ തലയടിച്ച് പൊട്ടിച്ചായിരുന്നു, ഇങ്ങനെ സംസാരിക്കാൻ പോലും നിൽക്കത്തില്ലായിരുന്നു. ഇനി എന്തായാലും അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി നമ്മുടെ സൈഡിൽ നിന്ന്. പറഞ്ഞോ വർക്കിച്ചൻ പറഞ്ഞോ. ഇന്നലെ അൺവാണ്ടഡ് ആയിട്ടൊരു സിറ്റുവേഷൻ. അത് ആ POV വ്യക്തമാണ്. മൈക്കി മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. എടാ വേണ്ട, വിടുന്ന് 100 വട്ടം പറയുന്നുണ്ട്. അവരത് പക്ഷെ ഞാൻ എന്റെ ഒരു പെർസ്പെക്റ്റീവ്, അവര് ലൈവിൽ അത് കൺവേർട്ട് ചെയ്ത് വേറെ ഏതോ രീതിയിൽ വേറെ ഏതോ യൂണിവേഴ്സിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് കൊണ്ടുപോയത്. ഒരാവശ്യമില്ലാത്ത രീതിയിൽ കൊണ്ടുപോയിട്ട് ഒന്നും അറിയാതെ മൈക്കിനെ കിടന്ന് വെറുതെ തെറി വിളിച്ചതുണ്ട്. വെറുതെ തെറി വിളിക്കുന്നത്, തന്തയ്ക്കൊക്കെ വിളിക്കുന്നത്. നമുക്ക് വിളിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, നമുക്ക് തിരിച്ച് വിളിക്കാൻ അറിയാഞ്ഞിട്ടോ കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ എണ്ണവും 4-5 വർഷം കളിച്ചുകൊണ്ടിരിക്കുന്നവരാ. എല്ലാ എണ്ണത്തിനും നല്ല രീതിയിൽ വിളിക്കാൻ അറിയാം. ഇത് വിളിക്കാതെ നമ്മള് മര്യാദയ്ക്ക് സംസാരിക്കാൻ നോക്കുമ്പോൾ പിന്നെ ഇതേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ഭയങ്കര ശോകമുള്ള പരിപാടിയാണ്. ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇനി ഇന്നലെ അതാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ വിട്ടു. പക്ഷേ ഇനി അത് നമ്മുടെ ഭാഗത്ത്, കെവിയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ആ ഒരു ഇത് സ്റ്റാൻഡ് എന്തായാലും കാണത്തില്ല. ക്വാർട്ടറിനെ ഒന്ന് വിളിച്ചേ. ക്വാർട്ടറിന്റെ അടുത്ത് എന്താണ് പറഞ്ഞത് പറയാൻ പറഞ്ഞേ. അവര് ഓഫർ ചെയ്തില്ലേ കുറെ സംഭവങ്ങള്, അതായത് അങ്ങോട്ട് ചെല്ലാനായിട്ട്.
ക്വാർട്ടറിന്റെ ഡീറ്റെയിൽ അവൻ വരുമ്പോ തന്നെ മറ്റേ ഞാൻ കാണിച്ചിരുന്നു അവരെ വ്യൂവേഴ്സ് പറയുന്നത് തന്നെ വേണമെങ്കിൽ കാണിച്ചെടുക്കും അവർക്ക്. അതായത് ഇന്നലെ കണ്ട ഇന്നത്തെ സിറ്റുവേഷൻ കണ്ട എല്ലാ വ്യൂവേഴ്സും അറിയാം ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. എല്ലാ MRC വ്യൂവേഴ്സ് തന്നെ പറയുന്നുണ്ട് റാംബോന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്. എന്നിട്ട് പോലും ലൈവിനകത്ത് ഇരുന്നിട്ട് അതായത് മൈക്കിയുടെ തന്തക്ക് വിളിയും അതേപോലെ ഇവിടെ നിന്ന് ന്യായീകരണോ എന്ന് അത് എല്ലാവർക്കും ഈ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനും ഈ പറയുന്ന KV വ്യൂവേഴ്സ് ആണെങ്കിലും MRC വ്യൂവേഴ്സ് ആണെങ്കിലും അവര് കുറെ കമന്റ്സ് ഞാൻ കുറെ കണ്ട്. അതിനെ കുറെ നമ്മളെ ഗെയിംസ് നമ്മുടെ ഷോർട്സ് നമ്മുടെ ഇതൊക്കെ POVs ഒക്കെ ഇടുന്ന ഒരു ചാനലുണ്ട്. അതിന്റെ കമന്റ് സെക്ഷൻ വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വേണമെങ്കിൽ കാണിച്ചു തരാം. MRC വ്യൂവേഴ്സ് പറയുന്നത്, നമ്മളല്ല പറയുന്നത്. അല്ല അത്രേ ഉള്ളൂ. ആ സിറ്റുവേഷൻ മൈക്കേട് നടന്ന സിറ്റുവേഷൻ വെറും അപ്പി സിറ്റുവേഷൻ ആണ്. ആ സിറ്റുവേഷനൊക്കെ ഇങ്ങനെ തന്തക്ക് വെളി പുറത്ത് ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ഇത് RP അറിയാത്തോണ്ടാണോ എന്താ സംഭവിക്കുക അറിഞ്ഞൂടാ. പക്ഷെ ഇത് ശരിയായ സിറ്റുവേഷൻസ് ഒക്കെ വന്ന് ഇവരെന്താ ചെയ്യാൻ മനസ്സിലാവില്ല. മറ്റേ കേരളം കത്തിക്കണ രീതിയാക്കോ ഇത്? എന്താ സംഭവം ഇത്? കോട്രെ പറയൂ. നിനക്ക് എന്തൊക്കെയാ നിന്നെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞോ. എന്നെയോ? ഇതാണോ ലൈവാണോ? എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കൊറേ ഓഫേഴ്സ് കൊടുത്തായിരുന്നു. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങള് സെറ്റ് ചെയ്യാ, നീ ഇങ്ങോട്ട് വന്നാ മതി. ആൾറെഡി ആരോന്റെ പേര് പറഞ്ഞ് എന്നെ ആൾറെഡി നോക്കി വെച്ചായിരുന്നു. അങ്ങനത്തെ പറഞ്ഞായിരുന്നു. ഓഫറിങ്സ് കാര്യങ്ങള് ഓഫറിങ്സ് ആണെങ്കിൽ യൂട്യൂബിന്റെ കാര്യം സെറ്റ് ആക്കാൻ എനിക്ക് മന്ത്ലി അങ്ങനത്തെ റവന്യൂ കിട്ടും. പിന്നെ അവർമാരെന്തോ ബൂട്ട് ക്യാമ്പ് സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്തോ പറഞ്ഞ്, അവിടെ വേണമെങ്കിൽ വന്നോ, എല്ലാം സെറ്റ് ആക്കാം. എനിക്ക് ഫണ്ട് ഇഷ്യൂ ഉണ്ടല്ലോ, അത് സെറ്റ് ചെയ്ത് തരാണ്, അങ്ങനത്തെയാണ് പറഞ്ഞത്. അതായത് ഷെയ്ഖ് ഇതേപോലെ അല്ല, ഇത് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ബിലാലാണ്. ബിലാൽ പറഞ്ഞത് ഷെയ്ഖാണ് നിന്നോട് സംസാരിക്കാൻ പറഞ്ഞു. ഓക്കെ, ഇത്രേ ഉള്ളൂ. ആ ഒരു സംഭവം അത് പറയണമെന്ന് തോന്നി. പുറത്ത് മറ്റേ അകത്ത് ഇതേപോലെ ഈ സ്നേഹത്തോടെ സംസാരിച്ചിട്ട് ഇങ്ങനത്തെ ഓരോ പരിപാടികള് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇനിയും അങ്ങനെ നിൽക്കാൻ ഒരു കാര്യം പറയാനുണ്ട്. അന്ന് നമ്മൾ VC ചെന്ന് സംസാരിച്ച സമയത്ത് ഈ പറയുന്ന ഷെയ്ഖ് എന്ന് പറഞ്ഞ ആ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ലേ, നമുക്ക് ആർക്കും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലേ എന്നുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു. ഓക്കെ, എവെഞ്ചുവലി അങ്ങനെ ഒരു സംസാരം സംസാരിച്ചായിരുന്നു. അല്ല, എന്നിട്ട് ആ പുള്ളി അതിന്റെ ഇടയ്ക്ക് ഇതും പറഞ്ഞു. അതായത് പൈസ കൊടുത്ത് മേടിക്കാനാണെങ്കിൽ ആരെ വേണോ മേടിക്കാം, അതായത് എന്നെ മേടിക്കാന്നോ ആരെ വേണോ മേടിക്കാനായി ഇനിയും പറ്റും, പൈസ കൊടുത്ത് മേടിക്കാമല്ലോ. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം പുള്ളിക്ക് പൈസയാണ്. ലൈക് പൈസ കൊടുത്താൽ എന്തും കിട്ടും എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിൽക്കുന്ന ആളാണ്. പിന്നെ കുറെ പേര് എന്താണ് KV ഇതല്ല MRC പോകുന്ന ബെറ്റർ. എടാ, അതായത് വേറൊരാളെ ഇങ്ങനെ മറ്റേ ഒരു ഇപ്പൊ ഉള്ള ഒരു ഇതിനെ മൊത്തം ഇല്ലാണ്ടാക്കിയിട്ടല്ല അവര് അപ്പായിട്ട് വരാനുള്ളത്. മനസ്സിലായി? അതാദ്യം മനസ്സിലാക്കണം. പിന്നെ പൈസ മാത്രമല്ല എല്ലാം, അതും മനസ്സിലാക്കണം. അതെ, ഞാൻ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പം വീട്ടില് ഇപ്പൊ നമുക്കൊരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് പൈസ ഉള്ള ആളെ നോക്കി പോവില്ലല്ലോ. അതുപോലെ തന്നെ സ്വന്തം ഒരു കുടുംബം പോലെ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ വേറെ പൈസ ഉള്ള കുടുംബം നോക്കി പോവില്ല എന്നുള്ള പറയുന്ന ഒരു കോൺസെപ്റ്റ്. അത്രേ ഉള്ളൂ. സെയിം.